ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഇങ്ങോട്ട് പോവാണ്, ഒരു സ്ഥലം വരെ പോവാണ്. അതവിടെ ചെന്നിട്ട് സസ്പെൻസ് ആണ്. ഹലോ ഗൈസ്, ഭയങ്കര ഹാപ്പി ആയിട്ട് തുടങ്ങിയിട്ട് എന്തെങ്കിലും കുറച്ച് നല്ല രീതിയിൽ ടെൻഷൻ അടിച്ച ഒരു വ്ളോഗാണിത്. അപ്ലോഡ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ലാസ്റ്റ്. ഞാൻ ഇനി അപ്ലോഡ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ അമ്മ വീട്ടിലാണ്, അതായത് രാമപുരം. അപ്പം ഞങ്ങൾ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് പേരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഇനിയും കുറച്ച് പേരെയും കൂടെ കാണാനുണ്ട്. അപ്പോൾ അമ്മ വീടിൻ്റെ അടുത്ത് കൊണ്ടാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഏതൻ തോപ്പ് എന്ന് പറഞ്ഞൊരു ഷാപ്പുണ്ട് കേട്ടോ. ഭയങ്കര ഫേമസ് ആണ്, അവിടുത്തെ ഫുഡ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് കുറേ നാളായിട്ട് ഞങ്ങൾ റിവ്യൂസും വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പോകാനുള്ള പ്ലാനിങ്ങും ഉണ്ട്, പക്ഷേ ഇതുവരെ നടന്നില്ല. പക്ഷേ ഈ തവണ ഞങ്ങൾ അതങ്ങ് നടത്തിയെടുത്തു. ശരിക്കും നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് നടന്ന് വരാനുള്ള ദൂരമുള്ളൂ കേട്ടോ ഷാപ്പിലേക്ക്. അപ്പോൾ കുറച്ച് പേരെ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളൂ. അപ്പം അവന്മാരൊക്കെ കയറി നമ്മൾ ബുക്ക് ചെയ്യണം, കാരണം ഓൾറെഡി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ബുക്ക് ചെയ്യേണ്ടതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേര് നേരത്തെ വന്നിട്ട് സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടിരിക്കുക കേട്ടോ. എല്ലായിടത്തിനും ക്യാമറ കാണുമ്പോഴത്തേനും ഒടുക്കത്തെ ചമ്മലാട്ടോ. പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കാറില്ല, ഞാൻ വീഡിയോ ഒക്കെ എടുക്കും. പിന്നെ എന്താ ഇവിടെ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ മഴ പെയ്യും കേട്ടോ. പക്ഷേ ഇതിപ്പം അതാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്, ആർട്ടിഫിഷ്യൽ മഴ പെയ്യും. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുപ്പി മൊത്തം കുടിക്കാൻ പറ്റുമോ? കള്ളോ? കഴിഞ്ഞ ദിവസത്തെ ചലഞ്ച് പോലെ കുടിച്ചതാ. അയ്യോ, ഒരു കുപ്പി കള്ളം കുടിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു ആർട്ടിഫിഷ്യൽ മഴ പെയ്യുന്ന അതിപ്പോൾ പെയ്താ കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ഫുൾ ഗ്യാങ്ങൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഷാപ്പിലൊന്നും പോയിട്ടില്ല കേട്ടോ. ഷാപ്പിൽ ഫുഡ് കഴിക്കാനോ അങ്ങനെയൊന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാം ഭയങ്കര ത്രില്ലിലാണ്. എന്താ പറയുക, ഇതിൻ്റെ മെയിൻ കോർഡിനേറ്റർ ഈ വരുന്ന ഷിനു കേട്ടോ. നമ്മൾ ആദ്യം ഇരുന്ന സ്പേസിൽ എല്ലാവർക്കും കൂടി ഇരിക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഹണ്ട് തന്നു കേട്ടോ. അപ്പം അവിടെ ഫ്രീ ആയപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറ്റി. അതെന്തായാലും നല്ല കാര്യമായിപ്പോയി, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് മാറി. എന്ത് കഴിഞ്ഞിട്ട് സീറ്റൊക്കെ പിടിച്ചു, ഞങ്ങൾ ഇരുന്നു. അപ്പോൾ ഇതിനകത്ത് എൻ്റെ എല്ലാ കസിൻസിനെ അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇവൻ ഷിനുവിൻ്റെ ഫ്രണ്ടാട്ടോ. അവൻ്റെ വീട് ആലപ്പുഴയാണ്, അപ്പോൾ അവൻ അവിടെ നിന്ന് വന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത് ഫുഡിനൊക്കെ ഓർഡർ കൊടുത്തു കേട്ടോ. നമ്മൾ കപ്പയും കള്ളും മീനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓരോന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കള്ളെത്തിയിട്ടുണ്ട് ഗൈസ്, നല്ല മുന്തിരി കള്ളാണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല, അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നല്ല കുടത്തിൽ ഞാൻ ഷാപ്പിൽ ആദ്യമായിട്ട് വരുന്നതാണെന്നാണ് എൻ്റെ ഓർമ്മയിൽ എനിക്ക് ആദ്യമായിട്ട് വരുന്നതാണ്. എല്ലാത്തിൻ്റെ മുഖത്ത് ചിരിയുണ്ട്. ഇരിക്കണവൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ അമ്മാവനാട്ടോ. കുഞ്ഞ് ഞങ്ങളുടെ അമ്മാവനാണ്, അവനാണ് ഞങ്ങൾക്ക് കള്ളം വെച്ച് തരുന്നത്. അപ്പം എല്ലാവർക്കും ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും ഒഴിച്ചു കൊടുത്തു. അപ്പം നല്ല രസമുണ്ടായിരുന്നു. എന്തായിരിക്കും മുന്തിരിയുടെ ഒരു ചെറിയ കളറൊക്കെ ആയിട്ട് അവൾക്കൊക്കെ പേടിയാട്ടോ. ഞാനാണെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞ് ഞാൻ കൊടുത്തു. ചിന്നുവിനെ ഞങ്ങൾ ഈ സമയത്ത് മിസ് ചെയ്തു കേട്ടോ. അപ്പോൾ അവൾക്ക് NCCയുടെ ക്യാമ്പ് ഉള്ളതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കപ്പെത്തി, മീനെത്തി. അപ്പം ഞങ്ങൾ ചിയേഴ്സൊക്കെ പറഞ്ഞ് തുടങ്ങി. മെയിൻ ഞങ്ങളുടെ ഉദ്ദേശം കള്ളുകൂടിയൊന്നും അല്ലായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. പിന്നെ പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കപ്പയല്ല കഴിച്ചത്, പൊറോട്ടയാണ് കഴിച്ചത്. ഞാനും ചിന്നും ചിക്കും കൂടെ പൊറോട്ട കഴിച്ചു. ഷാപ്പിൽ വന്നിട്ട് പൊറോട്ട കഴിക്കണേന്ന് പറഞ്ഞ് ഞങ്ങളെ കുറേ കളിയാക്കി. എന്നിരുന്നാൽ പോലും ഞാൻ കപ്പ ഓൾറെഡി വീട്ടിലുണ്ടായിരുന്നു കഴിച്ചത്. അപ്പോൾ കപ്പ നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചതാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ വെറൈറ്റി പിടിച്ചു എന്നുള്ളൂ. പിന്നെ കപ്പയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഇച്ചിരിയൊക്കെ വാങ്ങിച്ച് തിന്നാലോ. അപ്പോൾ ഇത് കാടയിറച്ചി കേട്ടോ. ഇത് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ഓരോ കൈ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന് ഫുള്ള് തീർന്നു. പിന്നെ എല്ലാവർക്കും കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ ഓൾറെഡി എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ തികഞ്ഞില്ല. ആ കാട കോഴിയുടെ എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ തന്നെ ചിരി വരും കേട്ടോ. അപ്പം പിന്നെ പാട്ടൊക്കെ വെച്ച് ഭയങ്കര ഫുൾ ചില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെങ്കിലും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. കാരണം നമ്മൾ കസിൻസിൻ്റെ കൂടെ ആയതുകൊണ്ട് നമുക്ക് വേറെ പേടിക്കാനും കാര്യങ്ങളൊന്നും, വീട്ടിൽ നിന്ന് വിളിക്കുകയോ വഴക്ക് പറയുകയോ അങ്ങനെ ടെൻഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാനത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പാണെങ്കിലും പുറത്തിറങ്ങി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, എന്താണ് വരാത്തത്, എന്താണ് ഇത്ര ലേറ്റ് ആവുന്നത്. അപ്പം നമുക്ക് മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ് ആയിരിക്കും, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. പെട്ടെന്ന് വീട്ടിൽ വരണല്ലോ എന്നൊക്കെയുള്ളൊരു ഇതായിരിക്കും. എനിക്കൊന്നുകൂടെ ഞങ്ങൾ ഒരു 2 മണിക്കൂർ കൂടുതൽ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അത്രയും സമയമൊക്കെ ഇരുന്നിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. ഞങ്ങൾക്ക് കാരണം എന്നിട്ടും ഞങ്ങൾ ആ സമയത്ത് പോയത് ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം പള്ളിപ്പെരുന്നാളിന് പോകാനുണ്ട്, അതുകൊണ്ട് മാത്രം ഞങ്ങൾ അവിടെ നിന്ന് നേരത്തെ ഇറങ്ങിയതാട്ടോ. അങ്ങനെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ഒക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ ഒരു ആയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങാം.
ഹലോ ഗൈസ്, ഇപ്പോഴാണ് ഞങ്ങൾ ആ ടെൻഷൻ അടിച്ച കാര്യത്തിലേക്ക് കിടക്കുന്നത്. കാരണം ഞങ്ങൾ ഓർഡർ ചെയ്തത് കുറച്ച് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. കൂടിയൊന്നും പോയിട്ടൊന്നുമില്ല, പക്ഷേ ഞങ്ങളുടെ കയ്യിൽ കരുതിയ പൈസ അത്രയില്ലായിരുന്നു. കുറച്ച് ഓവറായിട്ട് ഞങ്ങൾ ഫുഡ് അടിച്ചു ഗൈസ്. പക്ഷേ ഞങ്ങൾ പൈസയൊക്കെ കറക്റ്റ് ചെയ്തു കേട്ടോ. പക്ഷേ കുറച്ച് ടെൻഷൻ അടിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ നടന്നാണ് പോയത്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീട്ടിലേക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, ബൈ.